പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ സന്നിധിയിൽ നിന്ന് അച്ഛൻ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, അത്ഭുത മാതാവിന്റെ അത്ഭുത അൽത്താരയോട് ചേർന്ന് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ശനിയാഴ്ച ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയിലേക്ക് അച്ഛൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക. നിങ്ങളുടെ കുഞ്ഞുമക്കളേക്ക് മക്കളുമായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരിക. ഇതൊരു പുണ്യഭൂമിയാണ് മക്കളെ, ഇതൊരു അനുഗ്രഹീതമായ സ്ഥലമാണ്. അടുത്ത ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഈ പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ പള്ളിയിൽ നിങ്ങൾക്ക് വലിയ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. മറ്റ് നേർച്ച കാഴ്ചകളൊക്കെ പങ്കെടുക്കാം. മക്കളെ, നിങ്ങൾക്ക് കല്ല് ചുമക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുചേരാം. നിങ്ങൾക്ക് അന്നദാന ശുശ്രൂഷ പങ്കെടുക്കാം. പള്ളിയിൽ നടക്കുന്ന ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ, വിശുദ്ധ കുർബാനയിൽ, ലൂർദ് മാതാവിന്റെ നൊവേനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. തലേ ദിവസം വന്ന് താമസിക്കാനുള്ളവർക്ക് ഇവിടുത്തെ താമസ സൗകര്യം നിങ്ങൾക്ക് ഒരുക്കുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ലോൺ തെറ്റി തിരിച്ചടവ്, ബാങ്ക് ലോൺ തിരിച്ചടക്കാൻ പറ്റാതെ വിഷമിക്കുന്ന കുറെ വ്യക്തികളുടെ വേദനകളാണ് കർത്താവിന്റെ മുൻപിലേക്ക് ഞാനിപ്പോൾ സമർപ്പിക്കുന്നത്. ഒരു കടം മാറ്റി വേറെ കടം വന്ന് ഇങ്ങനെ കടങ്ങളോട് കടങ്ങളാൽ വലിഞ്ഞു മുറുകി കിടക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്. മക്കളെ, ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. വിദേശത്ത് പഠിക്കാൻ പോയിട്ട് പരീക്ഷകളൊക്കെ എഴുതി പാസ്സാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിദേശത്ത് ചെന്നിട്ട് അവർക്ക് നല്ല ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ആ വേദനകളെല്ലാം സമർപ്പിക്കുകയാണ്. അവിടുത്തെ കാലാവസ്ഥ പൊരുത്തപ്പെടാതിരിക്കുന്നവരുണ്ട്. നല്ലൊരു ഭവനം കിട്ടാത്തവരുണ്ട്. നല്ലൊരു താമസ സ്ഥലം കിട്ടാത്തവരുണ്ട്. നല്ലൊരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാത്തവരുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പേപ്പറൊക്കെ കൊടുത്ത് പണമൊക്കെ അടച്ച് ഇപ്പൊ കിട്ടും, നാളെ കിട്ടുമെന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരുടെ തടസ്സങ്ങളൊക്കെ വിട്ടുമാറട്ടെ. അവരുടെ മേലുള്ള ബന്ധനങ്ങളെല്ലാം മാറിപ്പോകട്ടെ. കർത്താവെ, കുടുംബത്തിന്റെ മേല് കടന്നു വരുന്ന ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടണം. കർത്താവെ, ചില അന്യ സ്ത്രീ ബന്ധങ്ങൾ നിമിത്തം ചില കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. ചിലരുടെ കോപങ്ങൾ നിമിത്തം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. ചിലരുടെ മാനസിക പ്രശ്നങ്ങൾ നിമിത്തം ചില കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, തോറ്റുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതോടൊപ്പം തന്നെ ഭാര്യയുടെ വീട്ടുകാരുടെ ഇടപെടൽ മൂലം കുടുംബങ്ങൾ തകരുന്നു. ചില അമ്മമാര് അവരുടെ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ നീരാളിപ്പിടുത്തം വരെ പിടിച്ചിരിക്കുക. കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയിൽ അവരുടെ സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്നു, അവരുടെ തൊഴിൽ മേഖലയിൽ ഇടപെടുന്നു. അവരുടെ കുടുംബം പണിതുയർത്തപ്പെടാതിരിക്കാൻ, തങ്ങൾക്ക് കിട്ടുന്ന പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കരുക്കൾ നീക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. അത് പൈശാചിക ബന്ധനങ്ങളാണ്. ഇതുപോലെ പല പെൺമക്കളുടെയും കല്യാണങ്ങൾ തകരുന്നുണ്ട്. അതിലൊരു മനസാക്ഷി കുത്തുമില്ല. ഇങ്ങനെ ബോധപൂർവം ആ ചെക്കന്റെ കുറ്റങ്ങൾ മാത്രം എക്സാജറേറ്റ് ചെയ്യുന്ന ചില പൈശാചിക പീഡകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചില ആൺകുട്ടികൾ, ചില ഭർത്താക്കന്മാരായ യുവ ആൺകുട്ടികൾ ഒരു ഈഡിപ്പസ് മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ട്. ഭാര്യയേക്കാൾ വലുത് അപ്പനും അമ്മയുമാണെന്നുള്ള ചിന്തയില് അവളെ മറക്കുകയും അവളെ താഴ്ത്തിക്കെട്ടുകയും അവളുടെ തീരുമാനങ്ങൾക്കോ അവളുടെ അഭിപ്രായങ്ങൾക്കോ വില കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന മേഖലകളുണ്ട്. അതും പിശാച് ബാധയാണ്. മക്കളെ, ആ പൈശാചിക ശക്തികളൊക്കെ വിട്ടുമാറാൻ ഉള്ളൊരുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ചില മക്കള് ഇതുമൂലം വേദനിക്കുക. കുഞ്ഞുങ്ങളുടെ വേദനകളൊന്നും പ്രശ്നമല്ല. തങ്ങളുടെ ഈഗോ, തങ്ങളുടെ സ്വാർത്ഥത, തങ്ങളുടെ അഹങ്കാരം അത് ജയിക്കണമെന്ന് ചിന്തിച്ച് നിരന്തരം കലഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അത് പിശാച് ബാധയാണ്. മക്കളെ, ആ മേഖലകളിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വീട്ടിലെ സാമ്പത്തിക കുരുക്കാണ് വീണ്ടും വീണ്ടും കർത്താവ് പ്രേരിപ്പിക്കുക. ആ മേഖലയിൽ പല കുടുംബങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുക. എന്ത് ചെയ്തിട്ടും ഉയരാൻ പറ്റുന്നില്ല. ചില മക്കൾ പഠിച്ചിട്ടും അവരാഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഇതുമൂലം വീട് വിഷമിക്കുക. എടുത്ത ലോൺ എടുത്ത പൈസ തിരിച്ചടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വേദനിക്കുക. കർത്താവെ, അവിടുന്ന് ഇടപെടണമേ, സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നൽകിയ വചനം ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങളാണ്. മക്കളെ, ആ തിരുവചനം നമുക്കിപ്പോൾ വായിക്കാം. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ
സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയാൻ വേണ്ടിയാണ്. അത് വളരെ പ്രശസ്തനായ ഭൂതോച്ചാടകൻ ഗബ്രിയേൽ ആമോട്ടച്ചൻ നിരന്തരം തന്റെ ശുശ്രൂഷകൾക്ക് ഉപയോഗിച്ചു കൊണ്ടിരുന്ന വചനവാക്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിമോചന ശുശ്രൂഷയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുമ്പില് ഭൂമിയിലും ആകാശത്തും പാതാളത്തിലുമുള്ള സകല ശക്തികൾ മുട്ടുമടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ, ഈ വചനത്തിന്റെ ശക്തിയാൽ വിമോചനം പ്രാപിക്കട്ടെ, ഈ വചനത്തിന്റെ ശക്തിയാൽ അഭിഷേകം ലഭിക്കട്ടെ, ഈ വചനത്തിന്റെ ശക്തിയാൽ എല്ലാ ഇരുളും ഇരുട്ടും നിരാശയും തടസ്സങ്ങളും ബന്ധനങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനെ ക്ഷണിച്ചു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. എല്ലാ കുരുക്കിലേക്കും പരിശുദ്ധാത്മാവ് വരട്ടെ. അപ്പോൾ ആ കുരുക്കുകൾ അഴിക്കപ്പെടും. ദൈവത്തിന്റെ ആത്മാവിനായി ദാഹിക്കുക. പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിന്റെ ആത്മാവേ, സമാധാനത്തിന്റെ ആത്മാവേ, ഐശ്വര്യത്തിന്റെ ആത്മാവേ, ഡെലിവറൻസിന്റെ ആത്മാവേ, രോഗശാന്തിയുടെ ആത്മാവേ, വിഷാദ രോഗങ്ങളെ ബഹിഷ്കരിക്കുന്ന പോസിറ്റീവ് എനർജിയെ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ കടങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ തടസ്സങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ നിരാശയുടെ മേൽ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നൽകണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ആകാശത്തിന്റെ ദൈവമേ, ഭൂമിയുടെ ദൈവമേ, മാലാഖമാരുടെ ദൈവമേ, ദിവ്യദൂതന്മാരുടെ ദൈവമേ, ഭാവമാരുടെ ദൈവമേ, ദീർഘദർശികളുടെ ദൈവമേ, ശ്രീകന്മാരുടെ ദൈവമേ, വേദസാക്ഷികളുടെ ദൈവമേ, വന്ദകന്മാരുടെ ദൈവമേ, കന്യകളുടെ ദൈവമേ, മരണത്തിന് ശേഷം ആയുസ് കൊടുക്കാനും അധ്വാനത്തിന് ശേഷം ആശ്വാസം കൊടുക്കുവാനും ശക്തിയുള്ളവനായ ദൈവമേ, നീ അല്ലാതെ വേറെ ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന്റെ സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങേ രാജ്യത്തിന് യാതൊരു അർത്ഥമില്ലാത്തതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടുകൂടി സാഷ്ടാംഗം വീണ് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല പിശാചുകളുടെ കരങ്ങളിൽ നിന്നും, സകല പിശാചുകളുടെ കെണികളിൽ നിന്നും, സകല പിശാചുകളുടെ ക്രൂരതകളിൽ നിന്നും, അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമെന്ന് ഉള്ളഴിഞ്ഞ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ മഹത്വത്തിന്റെ ശക്തിയാൽ പിശാചിന്റെ കെണികളിൽ നിന്നും, ക്രൂരതകളിൽ നിന്നും, ദുഷ്ടതകളിൽ നിന്നും ഈ മക്കളെ ഇവരുടെ കുടുംബങ്ങളെയും രക്ഷിക്കണമെന്നും ആരോഗ്യത്തിലും സ്വസ്ഥതയിലും ഈ മക്കളെ കാത്തുകൊള്ളണമെന്നും അങ്ങേ തിരുസഭയ്ക്ക് സമാധാനവും സ്വാതന്ത്ര്യവും ഐക്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യണമെന്നും കർത്താവായ യേശുവിന്റെ യോഗ്യതയാൽ പിതാവായ ദൈവമേ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. കരമുയർത്തി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിമോചനം. ഏത് ബന്ധനമാണെങ്കിലും, ഏത് കെട്ടാണെങ്കിലും, ഏത് ആത്മീയ മന്ദതയാണെങ്കിലും, ഏത് സാമ്പത്തിക കുരുക്കാണെങ്കിലും, ഏത് നിരാശയാണെങ്കിലും, ഏത് പിശാചുബാധയാണെങ്കിലും, ഏത് സാത്താൻ ബാധയാണെങ്കിലും, ഏത് ശത്രുദോഷമാണെങ്കിലും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഈ നിമിഷം നിങ്ങൾ വിമോചനം പ്രാപിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, വെക്കേഷൻ കാലഘട്ടങ്ങളില് വള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ പള്ളിയിലേക്ക് കുഞ്ഞുങ്ങളുമായി തീർത്ഥാടകരായിട്ട് വരുവാൻ അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇവിടെ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം, മാതാവിന്റെ സന്നിധിയിൽ വന്നിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ വെക്കേഷൻ കാലഘട്ടങ്ങളില് കുഞ്ഞുങ്ങളുമായി നിങ്ങൾ തീർത്ഥാടനത്തിന് പോവുകയാണെങ്കിൽ പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലേക്ക് അച്ഛൻ ക്ഷണിക്കുകയാണ്. മക്കളെ, ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.